നിലമ്പൂർ തേക്ക്. നിലമ്പൂർ തേക്ക് കാട്ടുമരങ്ങളുടെ ചക്രവർത്തി, മലബാർ തേക്ക് എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. നിലമ്പൂർ തേക്ക് കാട്ടുമരങ്ങളുടെ ചക്രവർത്തി, മലബാർ തേക്ക് എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. നിലമ്പൂർ തേക്കിൻ്റെ ശാസ്ത്രീയ നാമം ടെക്ടോണ ഗ്രാൻഡീസ് എന്നാണ്. നിലമ്പൂർ തേക്കിൻ്റെ ശാസ്ത്രീയ നാമം ടെക്ടോണ ഗ്രാൻഡീസ് എന്നാണ്. 2018 കേരളത്തിൽ ഭൗമസൂചിക പദവി ലഭിച്ച ആദ്യ വന ഉത്പന്നമാണ് നിലമ്പൂർ തേക്ക്. 2018 കേരളത്തിൽ ഭൗമസൂചിക പദവി ലഭിച്ച ആദ്യ വന ഉത്പന്നമാണ് നിലമ്പൂർ തേക്ക്. ലോകത്തെ ഏറ്റവും പഴക്കമുള്ള തേക്കുതോട്ടം മലപ്പുറത്താണ്. ലോകത്തെ ഏറ്റവും പഴക്കമുള്ള തേക്കുതോട്ടം മലപ്പുറത്താണ്. ലോകത്തെ ഏറ്റവും പഴക്കമേറിയ തേക്കുമരം നിലമ്പൂരിലാണ്. ലോകത്തെ ഏറ്റവും പഴക്കമേറിയ തേക്കുമരം നിലമ്പൂരിലാണ്. 1846 2.5 ഹെക്ടറിൽ പരന്നുകിടക്കുന്ന തേക്കിൻ തോട്ടം നിലമ്പൂരിൽ നട്ടുപിടിപ്പിച്ചത് ചാത്തുമേനോൻ എന്ന നാട്ടുപ്രമാണിയുടെ സഹായത്തോടെ മലബാർ കലക്ടർ HV കനോലിയാണ്. 1846 2.5 ഹെക്ടറിൽ പരന്നുകിടക്കുന്ന തേക്കിൻ തോട്ടം നിലമ്പൂരിൽ നട്ടുപിടിപ്പിച്ചത് ചാത്തുമേനോൻ എന്ന നാട്ടുപ്രമാണിയുടെ സഹായത്തോടെ മലബാർ കലക്ടർ HV കനോലിയാണ്. ഇത് ലോകത്തെ ആദ്യത്തെ മനുഷ്യനിർമ്മിത തേക്കുതോട്ടമാണ്. ഇത് ലോകത്തെ ആദ്യത്തെ മനുഷ്യനിർമ്മിത തേക്കുതോട്ടമാണ്. മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കലക്ടറാണ് HV കനോലി. മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കലക്ടറാണ് HV കനോലി. 1995 സ്ഥാപിച്ച ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയം നിലമ്പൂരിലെ വെളിയന്തോടാണ്. 1995 സ്ഥാപിച്ച ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയം നിലമ്പൂരിലെ വെളിയന്തോടാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്കുമരമായ കന്നിമരം തേക്ക് പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്കുമരമായ കന്നിമരം തേക്ക് പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലാണ്.